Okay, sounds good. So I think we can go to our next section, which is more data centric. So Yeah. where we are talking about the actual market trend with regards to data, right? അതെ. സോ ഇതിനകത്ത് ഗ്രേറ്റർ ടൊറന്റോ ഏരിയയിലെ മാർക്കറ്റ് ട്രെൻഡ്സ് നമ്മൾ കവർ ചെയ്യും. അതിനകത്ത് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഇത് കവർ ചെയ്യണത് നമ്മൾ ജി ടി എ എന്ന് പറഞ്ഞു, ഗ്രേറ്റർ ടൊറാൻഡോ ഏരിയ. അപ്പം നമ്മുടെ ഓഡിയൻസിന് വേണ്ടി ഇത് എന്താണ് ഗ്രേറ്റർ ടൊറാൻഡോ ഏരിയ എന്നുള്ളത് നമുക്കൊന്ന് ക്വിക്കലി എക്സ്പ്ലെയിൻ ചെയ്യാം. സോ ബേസിക്കലി ഈ കാണുന്ന മാപ്പ് കവർ ചെയ്യുന്നതാണ് ഗ്രേറ്റർ ടൊറാൻഡോ ഏരിയ. ഇതിനകത്ത് കളർ ചെയ്തിരിക്കുന്നതാണ് വേരിയസ് ഏരിയാസ്. അപ്പം ഈ ഗ്രേറ്റർ ടൊറാൻഡോ ഏരിയക്കകത്ത് നമുക്ക് 5 മെയിൻ ഏരിയാസ് ആണുള്ളത്. അപ്പൊ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഹാൾട്ടൺ, പീൽ, യോർക്ക്, സിറ്റി ഓഫ് ടൊറോണ്ടോ ആൻഡ് ഡ്യൂറാം. ഇതാണ് 5 ഏരിയാസ്. ഇതിനകത്ത് കുറെ മുനിസിപ്പാലിറ്റീസ് ഉണ്ടാവും. അപ്പൊ ആ മുനിസിപ്പാലിറ്റീസിന്റെ ആണ് ഈ ഡിവിഷൻ കാണിച്ചിരിക്കുന്നത്. ഹാൾട്ടണിൽ നോക്കിക്കഴിഞ്ഞാൽ മിൽട്ടൺ, ഓക്വിൽ, ബർലിംഗ്ടൺ, ഹാൾട്ടൺ ഹിൽസ്. അതേപോലെ പീൽ റീജിയനിൽ നോക്കിക്കഴിഞ്ഞാൽ കാലിഡോൺ, ബ്രാംപ്ടൺ, മിസ്സാഗ. അതേപോലെ യോർക്ക് റീജിയൻ, യോർക്ക് വലിയ റീജിയൻ ആണ്. യോർക്കിൽ നോക്കിക്കഴിഞ്ഞാൽ ജോർജീന, ഈസ്റ്റ് ഗ്ലെൻബറി, സ്റ്റോവിൽ, മാർക്കം, കിങ്, വോൺ, ന്യൂ മാർക്കറ്റ്, അറോറ, റിച്ച്മണ്ട് ഹില്ലൊക്കെ വരും. പിന്നെ ഉള്ളത് സിറ്റി ഓഫ് ടൊറോണ്ടോ ആണ്. സിറ്റി ഓഫ് ടൊറോണ്ടോയിൽ ഒത്തിരി റീജിയൻസ് ഉണ്ട്. അത് നമുക്ക് വേറെ ഒരു ഇതിൽ കാണിക്കാം. അതേപോലെ നമ്മൾ ഡ്യൂറാമിൽ വന്നു കഴിയുമ്പോൾ അതിന്റെ അടിയിലുള്ള മുനിസിപ്പാലിറ്റി റീജിയൻ എന്ന് പറയുന്നത് പിക്കറിംഗ്, ഏജാക്സ്, വിഡ്ബി, ഓഷവ, ക്ലാറിംഗ്ടൺ, സ്കൂഗോഗ്, ഓക്സ്ബ്രിഡ്ജ്, ബ്രോക്ക്. ഓക്കെ. നമ്മുടെ യോർക്കിലുള്ളത് ന്യൂ മാർക്കറ്റ്, അറോറ ആൻഡ് റിച്ച്മണ്ട് ഹിൽ. ഐ തിങ്ക് വി മിസ് ടു കവർ ദാറ്റ് 1, 2, 3 is nothing but ന്യൂ മാർക്കറ്റ്, Aurora and Richmond Hill, right? Okay. Correct. Yeah. So it's a huge area. It's an extended Toronto, right? So absolutely, yeah. ഇത് വളരെ ഉപയോഗമായിരിക്കും. I mean, പലർക്കും ചിലപ്പോൾ അറിയണമെന്നില്ല GTA എന്ന് പറയുമ്പോൾ ഏതൊക്കെ ഏരിയ ആണ്, ഏതൊക്കെ സെക്ഷൻ ആണ് കവർ ചെയ്യുന്നുള്ളത്. So this is a good print. So what else, Max? അടുത്ത നമ്മുടെ മാർക്കറ്റ് ഇൻസൈറ്റ്സ് ആൻഡ് അനലിറ്റിക്സ് ആണ്. അതിപ്പം ഇത് നമ്മുടെ വീക്ക്ലി ഡേറ്റ ആണ്. അപ്പം ഇതിനകത്ത് ഞാൻ ആക്ച്വലി നമ്മുടെ വ്യൂവേഴ്സിന് ആക്ച്വലി ഐ വോണ്ട് ടു ഷോ ദ മാപ്പ് റിയൽ ടൈം ആപ്പിലെ എങ്ങനെ ഇരിക്കും എന്നുള്ളത് ഐ വോണ്ട് ടു ഷോ ദം. നമ്മൾ ഈ ആഴ്ചയിൽ എടുക്കുന്ന ഡേറ്റയൊക്കെ എവിടുന്ന് കിട്ടുന്നു, ഇതൊക്കെ ശരിയാണോ എന്നൊക്കെ ചിലർ ചിന്തിക്കുമായിരിക്കും. ഓർ ഇത് കറക്റ്റ് ആയിട്ടുള്ള ഡേറ്റ ആണോ എന്നുള്ളതൊക്കെ ചിലർക്ക് ഒരു സംശയം കാണും അല്ലേ. അപ്പം അവർക്ക് വേണ്ടി എനിക്ക് തോന്നുന്നു കൂടുതൽ ഇൻസൈറ്റ് കൊടുക്കുന്ന ഒരു സ്ക്രീൻ ഷെയറിംഗ് ആണെന്ന് തോന്നുന്നു മാക്സ് ചെയ്യാൻ പോകുന്നത്. അതെ. ഓക്കെ. ഇതിനകത്ത് ഞാൻ നമ്മുടെ ഏജൻസിന്റെ ഇന്റേണൽ പോർട്ടലാണ്. അതിനകത്ത് റൺ എന്ന് പറഞ്ഞൊരു ആപ്ലിക്കേഷനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇതിനകത്ത് നമ്മൾ ബേസിക്കലി GTA ഡേറ്റ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 5 ഏരിയ നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ അതിനകത്ത് പോയിട്ട് നമ്മുടെ മാർക്കറ്റ് ഇൻസൈറ്റ് ആൻഡ് അനലിറ്റിക്സ് നോക്കി സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ലാസ്റ്റ് 30 days എന്നുള്ളത് ലാസ്റ്റ് 7 days ആക്കി. ഓക്കെ. അതിനകത്ത് നമുക്ക് ആദ്യം കഴിഞ്ഞ 7 days അതിന്റെ ലിസ്റ്റിംഗിന്റെ ട്രെൻഡും ആണ് ഇവിടെ കാണാൻ പറ്റുന്നത്. ഇപ്പം ന്യൂ ലിസ്റ്റിംഗ്സിലാണ് നമ്മളിപ്പോൾ കിടക്കുന്നത്. ന്യൂ ലിസ്റ്റിംഗ്സ്, നമ്പർ ഓഫ് ന്യൂ ലിസ്റ്റിംഗ്സ് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ ഡേറ്റ്, അതായത് ജൂൺ 22 4506 ലിസ്റ്റിംഗ്സ് വന്നിട്ടുണ്ട്. New listings as of last 7 days. അത് basically it came down 48780 ന്ന് it came down to 4506 നോക്കിക്കഴിഞ്ഞു. Right. അപ്പം കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ലിസ്റ്റിംഗ്സ് കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. അതിന് മുമ്പ് ആസ് ഓഫ് ജൂൺ 1 കമ്പയർ ചെയ്യുവാണെങ്കിൽ 3699 ആയിരുന്നു. അതിപ്പം 4506 ആയി വിത്തിൻ 3 weeks. അപ്പോൾ ലിസ്റ്റിംഗ്സ് ബേസിക്കലി ന്യൂ ലിസ്റ്റിംഗ് കൂടിയിട്ടുണ്ട്. ലാസ്റ്റ് 2-3 weeks നോക്കുവാണെങ്കിൽ കൂടിയിട്ട്, പക്ഷെ ലാസ്റ്റ് വീക്ക് ജസ്റ്റ് കമ്പയർ ചെയ്യുവാണെങ്കിൽ ചെറിയൊരു കുറവ് വന്നിട്ടുണ്ട് അല്ലേ. സോ we will continue to track is it a trend for the summer.
അതെ. That the new listings are coming down. Yeah. അതിനകത്ത് വേറെ ഉണ്ടെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ചേഞ്ച് ഫ്രം ലാസ്റ്റ് വീക്ക് ഉണ്ട്, മൈനസ് കമ്പയർഡ് ടു ലാസ്റ്റ് വീക്ക് അബൌട്ട് -8% കുറഞ്ഞിട്ടുണ്ട്. Yeah. പക്ഷെങ്കിൽ ലാസ്റ്റ് ഇയറിനെ കമ്പയർ ചെയ്യുമ്പോൾ ഈ വീക്കിൽ ഇറ്റ്സ് 15% ഹയർ ഇൻ ടേംസ് ഓഫ് നമ്പർ ഓഫ് ലിസ്റ്റിംഗ്സ്. Okay. പിന്നെ നമ്മൾ ലിസ്റ്റിംഗ്സ് കഴിഞ്ഞിട്ട് നമുക്കിപ്പോൾ ടോട്ടൽ സെയിൽസ് നോക്കാം. ടോട്ടൽ സെയിൽസ് നോക്കിക്കഴിഞ്ഞാൽ ലാസ്റ്റ് വീക്കിനെ കമ്പയർ ചെയ്യുമ്പോൾ 8% കുറഞ്ഞിട്ടുണ്ട്. Okay. ടോട്ടൽ ഇത് ഞാൻ ടോട്ടൽ സെയിൽസ് ഇവിടെ മാറ്റണം. ഇപ്പം ലാസ്റ്റ് വീക്കിനെ കമ്പയർ ചെയ്യുമ്പോൾ -32 കുറഞ്ഞിരിക്കുന്നത്, സെയിൽസ് കുറയുക. സോ ഈ ആഴ്ച ബേസിക്കലി ഹോൾ GT എടുത്തു കഴിഞ്ഞാൽ 1041 സെയിൽസേ നടന്നിട്ടുണ്ട് കമ്പയർഡ് ടു ലാസ്റ്റ്. അപ്പം സെയിൽസ് കുറയുവാണ്, ഓൾമോസ്റ്റ് -32% കുറഞ്ഞു. അതേപോലെ ലാസ്റ്റ് ഇയറിനെ ഈ ആഴ്ച കമ്പയർ ചെയ്യുവാണെങ്കിൽ ഓൾമോസ്റ്റ് -40%ഓളം കുറഞ്ഞിട്ടുണ്ട്. Okay. പിന്നുള്ളത് നമുക്ക് ആവറേജ് സെയിൽ പ്രൈസ് ആണ്. ആവറേജ് സെയിൽ പ്രൈസ് ഇങ്ങനെ വേറെ കുറെ ഡേറ്റയുണ്ട്. ഇപ്പം നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ആവറേജ് സെയിൽ പ്രൈസ് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ GT എടുത്തു കഴിഞ്ഞാൽ ആവറേജ് സെയിൽ പ്രൈസ് ആക്ച്വലി 1% കൂടിയിട്ടുണ്ട് കമ്പയർഡ് ടു ലാസ്റ്റ് വീക്ക്. Yeah. ഇപ്പോഴത്തെ ആവറേജ് സെയിൽ പ്രൈസ് എന്ന് പറഞ്ഞാൽ 1.17 മില്യൺ ആണ്. Yeah. ബേസിക്കലി നമ്മൾ ന്യൂ ലിസ്റ്റിംഗ്സ് ലൈവായിട്ട് കണ്ടു, ടോട്ടൽ സെയിൽസ് കണ്ടു, ആൻഡ് ആവറേജ് സെയിൽസ് പ്രൈസ് നമ്മൾ റിവ്യൂ ചെയ്തു കഴിഞ്ഞ ആഴ്ചത്തെ. Okay. ഇനിയിപ്പം ടോട്ടൽ ലിസ്റ്റിംഗ്സ് നോക്കാനായിട്ട് നമുക്ക് വി ക്യാൻ ഗോ, നമ്മൾ ക്യാപ്ചർ ചെയ്തിട്ടുണ്ട്. അതും റെൽമിയിൽ നിന്ന് നമുക്ക് കിട്ടുന്നുണ്ട് വിത്ത് ഡിഫറെന്റ് ഏരിയാസ് ഇൻ GTA. ഇത് ഈ ഡേറ്റ നമ്മൾ ക്യാപ്ചർ ചെയ്തിട്ട് നമ്മുടെ ഫയലിനകത്ത്, നമ്മുടെ ഗ്രാഫിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. അതാണ് നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത്. സോ ഇഫ് യു കം ബാക്ക് ടു അവർ ഡെക്ക്, യു വിൽ സീ ദാറ്റ് ആസ് ഓഫ് ജൂൺ 2023 നമുക്കിപ്പം 24,708 ആക്റ്റീവ് ലിസ്റ്റിംഗ്സ് ആണ്. Oh. Okay. സോ കമ്പയർഡ് ടു ജൂൺ 16th മുതൽ ഒരു ചെറിയൊരു അപ്ടേക്ക് ഉണ്ടായിട്ടുണ്ട് വിത്ത് റെസ്പെക്ട് ടു ഇൻവെന്ററി. ഇൻവെന്ററി എനിക്ക് തോന്നുന്നു കുറച്ച് വീക്കുകളായിട്ട് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഐ തിങ്ക് വി ഹാവ് നോട്ട് സീൻ ദിസ് മച്ച് ഇൻവെന്ററി ഫോർ ലാസ്റ്റ് 10 years is what I believe. നമ്മുടെ എനിക്ക് തോന്നുന്നു ലാസ്റ്റ് 2008 ഫിനാൻഷ്യൽ ക്രൈസിന്റെ ആ സമയത്ത് വന്ന ഒരു ലിസ്റ്റിംഗ്സ് ഒക്കെയാന്ന് തോന്നി 25K എന്നൊക്കെ പറയുന്നത്, റൈറ്റ്? സോ ലെറ്റ്സ് സീ അപ്പം നമ്മള് പക്ഷെ ന്യൂ ലിസ്റ്റിംഗ്സ് നോക്കി കഴിയുമ്പോൾ എനിക്ക് തോന്നുന്നു ചെറിയൊരു കുറവുണ്ടല്ലേ കഴിഞ്ഞ ആഴ്ചയിൽ മ്പോഴത്തേക്ക്. അത് എത്രേന്റെ കുറവാണ് എന്റെ നമ്പർ പറഞ്ഞേക്കുന്നത്? ഓൾമോസ്റ്റ് 500 സെയിൽസോളം കുറവാണ്. അല്ല, ന്യൂ ലിസ്റ്റിംഗ്സ് അല്ല, സോൾഡ് കുറവുണ്ട്. ന്യൂ ലിസ്റ്റിംഗ്സ് ഓൾമോസ്റ്റ് 300 കുറഞ്ഞിട്ടുണ്ട് അല്ലേ? ഓക്കെ. അപ്പൊ നമുക്ക് അതിന്റെ ട്രെൻഡ് ആണോന്ന് അറിയത്തില്ല. നെക്സ്റ്റ് വീക്ക് if we can get the data for once we get the data for next week, I think we can say that is it a trend or not, right? Especially since we are having summer and people are not really much interested in doing transactions, I guess. Correct. Yeah. Okay, so sales new listings കുറഞ്ഞു, but in overall inventory ആക്റ്റീവ് ലിസ്റ്റിംഗ്സ് ഇപ്പോഴും കൂടുതൽ തന്നെയാണ് അല്ലെ? 24K തന്നെ നിൽക്കുന്നു. അപ്പൊ ഇതാണ് നമ്മുടെ ഡേറ്റയിൽ കാണുന്നത്. ഐ തിങ്ക് ഇറ്റ്സ് പ്രിറ്റി മച്ച് യു സീ ഇൻ ദ ഗ്രൗണ്ട് ആസ് വെൽ. സോ മാക്സ് ഓഡിയൻസിന് വേണ്ടി ഗ്രൗണ്ടിൽ എന്തെങ്കിലും ഒരു ചേഞ്ച്, ഇപ്പൊ സമ്മറിന്റെ ഭാഗമായിട്ട് എന്തെങ്കിലും തന്നെ ഒരു ചേഞ്ച് കാണുന്നുണ്ടോ? ന്യൂ ലിസ്റ്റിംഗ്സ് ഒത്തിരി കൂടുതൽ വരുന്നുണ്ടായിരുന്നു, അതിൽ എന്തെങ്കിലും കുറവുണ്ടോ? എങ്ങനെയാണ് സെല്ലേഴ്സ് കാണുന്നത്, ബയേഴ്സ് എങ്ങനെയാണ് മാർക്കറ്റിനെ കാണുന്നത്, ഒന്ന് പറയാൻ പറ്റുമോ? തീർച്ചയായും. ഗ്രൗണ്ട് റിയാലിറ്റിയിൽ എൻ്റെ എക്സ്പീരിയൻസിൽ നമ്പർ ഓഫ് ഓപ്പൺ ഹൗസിൽ നമ്പർ ഓഫ് ആൾക്കാർ വരുന്നതൊക്കെ കുറഞ്ഞിട്ടുണ്ട്, ട്രാൻസാക്ഷനും കുറയുവാണ്. പക്ഷേങ്കിൽ നല്ല നല്ല വീടുകൾ വിറ്റ് പോകുന്നുണ്ട്. ദേ ആർ ഗെറ്റിംഗ് ഓഫേഴ്സ്. സോ ട്രാൻസാക്ഷൻസ് ആർ ഹാപ്പനിങ്, but it's comparatively it's lower compared to previous. So when you say, so are they getting the market price, or is there any price? No, there is they are not getting the market price, but they are getting close to the market price. Close to the market price, right? Okay. Pretty much 1 to 2% lower ആയിട്ടാണ് പോകുന്നത്. Okay.
So I think still it's it's a good market for the buyers, right? Because അതെ it's a lot of opportunities and listings to take a look, അതെ right? അതെ Yeah, yeah. ഡെഫിനറ്റ്ലി GTA as a whole is in the buyers market. അപ്പം buyers have a negotiating power. Okay. Okay, thanks for that, Max.